ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എല്ലാം ഇപ്പൊ ഉൾട്ടയടിച്ചിരിക്കുകയാണ്, മാധ്യമങ്ങളെല്ലാം തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഇപ്പം അതായത് നമ്മളിപ്പോൾ ഇന്നലെ അരുൺകുമാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അവിഹിതങ്ങൾ ചകഞ്ഞു പോകണ്ട എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞത്. ചകയേണ്ടതൊക്കെ അവർ ചകഞ്ഞു കഴിഞ്ഞ്. അത് മാത്രമല്ല, റിപ്പോർട്ടറിനെതിരെ ഇപ്പോൾ ഒരു ആരോപണമൊക്കെ വന്നിരുന്നു. റിപ്പോർട്ടറിനുള്ളിൽ തന്നെ, ചാനലിനുള്ളിൽ തന്നെ ഒരു സ്ത്രീയുടെ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ എന്തായാലും അവരിപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ അവിഹിതമൊന്നും ചെയ്യേണ്ട എന്നൊക്കെയാണ് രീതിയിലാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ വരുന്നു, ഓക്കെ, പക്ഷെ ഒരു പരാതിക്കാരി ഇല്ലാതെ ക്രിമിനൽ കേസ് എടുക്കുക, എന്നിട്ട് പരാതിക്കാരി അന്വേഷിച്ച് കിടക്കുക, ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു രാഷ്ട്രീയ എന്താ പറയുക, ഒരു വേട്ടയാടൽ തന്നെ പറയേണ്ടി വരില്ലേ? അതെ, അത് അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളിൽ വരുന്ന അല്ലെങ്കിൽ ഇപ്പം പുതിയ ജനറേഷനിലെ സ്ത്രീകളും പുരുഷന്മാരെ സംബന്ധിച്ച് അവർ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനെ കാണുന്നത് നമ്മളുടെ പഴയ ഒരു സങ്കല്പത്തിലല്ല. അതൊരു ഈ ആഗോളവൽക്കരണം തന്നെ നൽകിയ മുതലാളിത്തത്തിൻ്റെ ഒരു വികാസവുമായി ബന്ധപ്പെട്ട് മനുഷ്യ ജീവിതത്തിൽ വന്നിരിക്കുന്ന കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. അവരിപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ഒരു ആണും പെണ്ണും പ്രണയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരറിയാതെയൊക്കെയാണ് അല്ലേ. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മൾക്ക് കവലകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്ന് പ്രണയിക്കുന്ന എത്രയോ സീനുകൾ നമുക്ക് കാണാം. അച്ഛൻ്റെ അമ്മയുടെ മുന്നിലാണെങ്കിലും നാട്ടുകാരുടെ മുന്നിലാണെങ്കിലും ഇത് പ്രണയിക്കുന്നതിന് അവർക്ക് യാതൊരു പ്രശ്നമില്ല. ഇനി കെട്ടിപ്പിടിക്കണതിനോ ഉമ്മ വയ്ക്കുന്നതിനോ ഇനി സെക്സ് കാണിക്കുന്നതിനോ ഒന്നും തന്നെ അവർക്ക്. നമ്മളിപ്പോൾ ഈ എറണാകുളത്തെ മറൈൻ ഡ്രൈവിലൊന്നും അവിടെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അബ്ദുൽ കലാം മാർക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഈ ഇഷ്ടം പോലെ ആളുകൾ വന്നിരുന്ന് സെക്സ് കാണിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. കൊച്ചിയിൽ നേരത്തെ ശിവസേനയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടിയൊക്കെ അവർ നടത്തിയിരുന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ കേരളം ഭയങ്കരമായിട്ടുള്ള ഒരു സെക്സ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അത് ആണായാലും പെണ്ണായാലും ഉണ്ട്. പെണ്ണുങ്ങൾക്കൊക്കെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യഘട്ടത്തിൽ, അതായത് കുട്ടികളുണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ പിന്നെ അവർക്ക് സെക്സിനോട് താല്പര്യമില്ല. പുരുഷന്മാരെ സംബന്ധിച്ച് ആ താല്പര്യം ബയോളജിക്കലാണ് ഇത് രണ്ടും, ആണിനായാലും പെണ്ണിനായാലും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർ വേറെ തേടി പോകും, കാരണം പോകാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്, ഒരു ലൈസൻസ്ഡ് സംവിധാനം ഉണ്ടെങ്കിൽ. ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് 32 വയസ്സായി, 35, ഇനി 40 ആയിക്കോട്ടെ, അയാൾക്ക് ഈ പറഞ്ഞ ബയോളജിക്കൽ നീഡ് വരുന്ന സമയത്ത് ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. മനസ്സിലായി? ഇവിടെ അൺലൈസൻസ്ഡ് ആവുമ്പോഴോ, ഇവിടെ ഈ പറഞ്ഞ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ റിപ്പോർട്ടർ ചാനൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദരേഖ കൊടുക്കും. ഈ ശബ്ദരേഖ ആരുടേതാണെന്ന് പറയാതെയാണ് ഇത് കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ശബ്ദരേഖ ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. ഒരു സൊസൈറ്റിയുടെ ജീവിക്കുന്ന മനുഷ്യരുടെ ബയോളജിക്കൽ നീഡാണ് സെക്സ് എന്ന് പറയുന്നത്. ഇത് വെള്ളം പോലെ, ഭക്ഷണം പോലെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ സ്ത്രീകൾ പഴയ പോലെ ഒളിച്ചു നിന്ന് പ്രണയിക്കുക എന്നുള്ള നിലയൊന്നുമല്ല. കൺസെൻറ്റോടുകൂടി നിങ്ങൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം, അതായത് നിങ്ങൾ മാരേജ് ചെയ്യാമെന്ന് വിശ്വസിപ്പിച്ച്, അത് നമ്മൾ കേസ് ഉണ്ടാക്കുമ്പോൾ പറയുന്നതാണ്. കേസ് ഉണ്ടാക്കുമ്പോൾ പറയുന്നതിലപ്പുറം ഇന്ത്യയിൽ മാത്രമുള്ള നിയമമല്ലേ ഇത്? വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു? അതില്ല, അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതൊരു ചീറ്റിങ്ങിൽ വരുന്നതാണല്ലോ ഒരാളെ ഞാൻ കല്യാണം. പക്ഷേ ആ രാജ്യങ്ങൾ, ഇപ്പോൾ ആ രാജ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത്തരം തെറ്റുകളൊക്കെ കട്ട് ചെയ്ത് കളയുന്ന ശിക്ഷയാണ് നിലനിൽക്കുന്നത്. അവിടെ ഒരു സ്ത്രീനെ പോലും വണ്ടിയിൽ പോലും കയറ്റി പോവില്ല. കുവൈറ്റിലൊന്നും സ്വന്തം കാറിൽ വേറൊരു സ്ത്രീനെ പോലും കയറ്റി പോവില്ല. ഇത് ആരാണെന്ന് പോലീസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഭാര്യ അല്ല എന്ന് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പത്തന്നെ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായി നടക്കുന്നുണ്ട്. പക്ഷെ ഓപ്പൺ ആയിട്ട് ഇതൊന്നും ചെയ്യാനായിട്ടുള്ള റൈറ്റ് അവിടെ ഒന്നും തന്നെ ഇല്ല. ഇവിടെ അത് ഈ ഇന്ത്യയുടെ സൊസൈറ്റിയിൽ തന്നെ വന്നിരിക്കുന്ന വലിയ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു വികാസവുമായി ബന്ധപ്പെട്ട്, അതായത് മനുഷ്യ ജീവിതത്തിലെല്ലാം വലിയ രീതിയിലുള്ള വികാസം ഉണ്ടായിരുന്നു. നമ്മളൊരു 20 വർഷം മുന്നുള്ള മനുഷ്യരേ അല്ല സത്യത്തിൽ ഇന്ത്യയിലെ ഒരു മനുഷ്യരും. പിന്നെ ഈ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാത്ത മനുഷ്യരില്ല. എല്ലാ തരത്തിലുള്ള വീഡിയോകളും അവർ കാണുന്നു. ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾ ഇപ്പം എന്താണ് വീഡിയോ ആയിട്ട് ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് അറിയണത്. അതിൽ നിന്നും അവർക്ക് കിട്ടുന്ന അറിവുകളുമായി ബന്ധപ്പെട്ട് ചിലത് ചീത്തയായിട്ടുള്ള രീതിയിൽ പ്രയോഗിക്കും, ചിലത് ഇതിനോടുള്ള ആങ്സൈറ്റി ഉണ്ടാവും. പിന്നെ ഒരു 35 വയസ്സ് വരെയൊക്കെ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇല്ലാതെ ജീവിക്കാനായിട്ട്
പറ്റുമില്ല. അവരതൊക്കെ തേടിപ്പോയിട്ടുണ്ടാവും. ബഹുഭൂരിപക്ഷം ആണുങ്ങളും അത് തേടിപ്പോയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ അപൂർവമായിട്ടുള്ള ആളുകളാണ് ഇത് ഇപ്പോഴും വലിയ കാര്യമായിട്ടൊക്കെ നിലനിർത്തുന്നത്. ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഒരു ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുമ്പോഴും ഭാര്യ അറിഞ്ഞുകൊണ്ടും ഭർത്താവ് അറിഞ്ഞുകൊണ്ടും വേറെ സ്ത്രീകളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന സിസ്റ്റം തന്നെ ഇവിടെയുണ്ട്. എറണാകുളത്തുണ്ട്, കൊച്ചിയിലുണ്ട്. താക്കോൽ കൈമാറുന്ന സിസ്റ്റം ഇവിടെ ഉണ്ട്. അതറിയാമോ? അങ്ങനെയുള്ള അത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ അത് ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നമായിട്ട് സ്ത്രീകൾക്ക് മാറാം. മനസ്സിലായോ? ചിലരത് ആസ്വദിക്കുന്നു. അതെ, അതാണ് എൻ്റെ പോയിന്റ്. കൺസെൻറ്റോട് കൂടി ഒരു സെക്ടറൽ റിലേഷൻഷിപ്പിലോ ഒരു റിലേഷൻഷിപ്പിലോ വന്നതിന് ശേഷം ഞാനത് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ഈ സ്ത്രീകളുടെ അവകാശങ്ങൾ കൺസെൻറ്റ് ഇല്ലാതെ ഒരു സ്ത്രീനെ ആക്രമിക്കുന്ന കേസുകളിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ കുടുംബങ്ങളിൽ കിട്ടേണ്ട പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൈകാലുകൾ കെട്ടിടപ്പെടുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിയാതിരിക്കുന്ന സ്ത്രീകളുടെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് തെറ്റിപ്പറ്റിയത് എവിടെയാണ്? ഞാൻ നേരത്തെ സംസാരിച്ചൊരു കാര്യം, ഒരു മാധ്യമപ്രവർത്തകൻ, അത് അവർക്ക് അറിയാത്തതല്ല, ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ച് ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച് ഒരു ശബ്ദ സന്ദേശം അയക്കുന്നതിന് മുൻപ് ഇതിനെ വെരിഫൈ ചെയ്യുക എന്ന് പറയുന്നതും എതിർകക്ഷിയോട് ചോദിക്കുക എന്ന് പറയുന്നതും നിർബന്ധിതമായി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ കോൺഗ്രസ്സുകാർ പരിപാടി നടത്തി എന്ന് പറഞ്ഞ് KUWJയും മറ്റ് മാധ്യമപ്രവർത്തകരും ഒക്കെ അതിനെതിരായിട്ട് രംഗത്ത് വന്നു. പക്ഷെ റിപ്പോർട്ടർ ചാനൽ കാണിക്കേണ്ട ഒരു മര്യാദ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം ആരും പറയണില്ല. റിപ്പോർട്ടർ ചാനലുകാർ അത് തിരിച്ചറിയണം. അത് വളരെ അംഗീകാരമുള്ള ഒരു ചാനലല്ലേ. ആ ചാനലിലെ ആളുകൾ, പക്ഷേ അരുൺകുമാറിനെ പോലുള്ള ആളുകൾ ഇത്തരം ഒരു ശബ്ദ സന്ദേശം പുറത്തുവിടുമ്പോൾ ഇപ്പോൾ സർക്കാർ എന്താ ചെയ്യണത്? ആ ശബ്ദ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വന്നൊരു പത്രസമ്മേളനം നടത്തുക. അതൊക്കെ വളരെ നിരുത്തരവാദിപരമായി പോയി. കാരണം അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ഒരു വസ്തുനിഷ്ഠമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം പ്രതികരിക്കാൻ പാടുള്ളൂ. അല്ല, അത് എന്തു ആവട്ടെ, അതല്ല ഞാൻ ആ കാര്യങ്ങളൊന്നുമല്ല. എഡോ വിജയ എന്ന് വിളിക്കുക, അതൊക്കെ അയാളുടെ സംസ്കാരമില്ലായ്മ. രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും അങ്ങനെ വിളിക്കാനുള്ള റൈറ്റൊന്നും സഖാവ് പിണറായി വിജയനായിട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടോ ഇല്ല. അയാളെ ചെയ്ത് തെറ്റാണ്. പക്ഷെ അപ്പോഴും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച്, കാരണം കേസെടുക്കേണ്ടത് അദ്ദേഹമല്ലേ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വെറുതെ വന്നിരുന്നൊരിക്കലും നിരുത്തരവാദിത്വമായി പറയാൻ പാടുണ്ടായിരുന്നില്ല. ഇപ്പം എന്താ ചെയ്യണത്? ആരാണ് ഈ ഗർഭമുള്ള ആൾ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഭവിച്ചത് അത് തന്നെയാണ്. 30 പരാതികളുണ്ടായിരുന്നു. ഈ 30 പരാതികളും കേസെടുത്തു. FIR ഇട്ടതിന് ശേഷം ഈ സ്ത്രീകൾ ആരും തന്നെ മൊഴി കൊടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറായി വന്നില്ല. അല്ല, അതിൽ പല കാര്യങ്ങളുണ്ട്. സ്വാധീനത്തിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ പിന്നെ ഇത് വർഷങ്ങൾ കഴിഞ്ഞ കേസാണ്. പലരും സെറ്റിൽഡ് ആയിട്ടുണ്ടാവും. ആ സ്ത്രീകളെ സംബന്ധിച്ച് കോടതി കയറി ഇറങ്ങാനോ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അപകീർത്തിയിലേക്ക്, പുരുഷന് കിട്ടുന്ന അപകീർത്തിയേക്കാൾ കൂടുതൽ സ്ത്രീക്ക് കിട്ടും. അതൊരു ഭയം തന്നെയാണ്. മനസ്സിലായ? അതുകൊണ്ട് തന്നെ സ്ത്രീകൾ രംഗത്ത് വന്നില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് അയാൾ പൊളിറ്റിക്സ്, അയാൾ ചെയ്ത തെറ്റ് അയാളുടെ പാർട്ടിയോടാണ്. അയാളുടെ പാർട്ടിയിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. പൂർണ്ണമായി ശരിയാണെന്നാണ് ഞാൻ പറയാം. കാരണം അയാൾക്കെതിരായിട്ടുള്ള ഈ അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നാറിയത് അയാളല്ല, ആ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അയാളെ പുറത്താക്കിയതിൽ പുറത്താക്കുക തന്നെ വേണമെന്ന് പറയണം ഞാൻ. കാരണം അയാൾ ഇതിനെ സംബന്ധിച്ച് ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യം ഈ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. അയാൾക്ക് ഈ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു കൺസെൻറ്റോട് കൂടി തന്നെയാണ് അയാൾ തുടർന്നത്. ഇന്നിപ്പോൾ അത് കൺസെൻറ്റോട് കൂടിയാണെന്ന് പോലും പറയാനുള്ള ധൈര്യം അയാൾ കാണിക്കണം. എഡോ പിണറായി വിജയ എന്ന് വിളിച്ച ധൈര്യം അയാൾ ഇക്കാര്യത്തിൽ കാണിക്കണം. അയാൾ കാണിച്ചില്ലല്ലോ. അയാൾ മറഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ ലോക്കിട്ട് ഇരിക്കുകയാണോ അയാൾ ചെയ്യേണ്ടത്? അയാളല്ലല്ലോ ചെയ്യേണ്ടത്. അയാൾ ഒരു MLA അല്ലേ? പാലക്കാട്ടെ ജനങ്ങളോട് അയാൾക്ക് ഉത്തരവാദിത്വമല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള നിയമങ്ങൾ ആരും ദുരുപയോഗം ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. വസ്തുനിഷ്ഠമായിട്ട് അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്. എന്തോരം വിഷയങ്ങൾ ഈ നാട്ടിലുണ്ട്. ആ വിഷയങ്ങളൊന്നും ടച്ച് ചെയ്യാതെ ഈ മഞ്ഞ വാർത്തകൾ കൊടുത്ത് റേറ്റിംഗ് പിടിക്കുന്നത് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അവസാനിപ്പിക്കണം.